ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്നൊരു വെള്ളക്കടല കറിയാണ് കേട്ടോ. അപ്പം വെള്ളക്കടല ഒരു ചുള വെളുത്തുള്ളി കീറിയിട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടി കുറച്ചായിട്ട് ഇടുള്ളൂ. ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആയിട്ട് ഇട്ടിട്ടുള്ളൂ. ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നതാണ്, പക്ഷെ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടി അല്ല കേട്ടോ. അപ്പോൾ അര സ്പൂണല്ല, ഒരു സ്പൂൺ ഉണ്ടെന്ന് തോന്നുന്നു മുളക് പൊടി ഇട്ടിട്ട് വെളുത്തുള്ളി മാത്രമായിട്ടോ ഇട്ട് വേവിക്കുള്ളൂ. എന്നിട്ട് ഒരു വിസിൽ വരുമ്പോൾ അത് ഓഫ് ചെയ്യണം. പിന്നെ അതിലോട്ടൊരു സവാളയും ഇഞ്ചിയും വേണം, ഒരു കഷ്ണം ഇഞ്ചിയും. അപ്പോൾ അത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചു, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണയാണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പിന്നെ ഇഞ്ചിയും കൂടി അതിലിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലോട്ടൊരു പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളക്കടല മസാലയ്ക്ക് മല്ലിയില ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് അതിലോട്ട് തക്കാളിയും ചേർത്ത് കൊടുത്തു. തക്കാളി ഒന്ന് വെന്തുടയുമ്പോൾ അതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് തേങ്ങാപ്പാലോ തേങ്ങയൊന്നും വേണ്ട. അപ്പോൾ അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ എന്തിടുമ്പോഴും കുറച്ച് കൂടുതലിടും കേട്ടോ. പക്ഷെ നന്നായിട്ടൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി മസാലകളെല്ലാം. പിന്നെ അര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടു. പിന്നെ ഇതിലോട്ട് ഇനി മുളക് പൊടി ഇടൂല. മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല കേട്ടോ ഞാനിതിലിട്ട് കൊടുക്കണേ. ചിലപ്പോൾ മീറ്റ് മസാല ഇടും. ചിക്കൻ മസാല മീറ്റ് മസാല നല്ല ടേസ്റ്റായില്ല. ഗരം മസാല ഇതിലെനിക്ക് അങ്ങനെ രുചി തോന്നാറില്ല, ഒരു കൊഴുപ്പും കിട്ടില്ല. പിന്നെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് ഈ വെന്ത കടലയപ്പോഴത്തേക്കും ശരിക്കും വിസിൽ വന്ന് ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും വെന്ത് പാകമായിട്ടിരിക്കും. ഇനി അതിൽ നിന്ന് കുറച്ച് കടല ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യും. എന്നാന്ന് വെച്ചാൽ കടലയും കൂടെ ചേർത്ത് ഒന്ന് അരയ്ക്കുമ്പോൾ നല്ലൊരു അരപ്പിനുള്ള ഒരു ഇതാട്ടോ. അത് കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കടലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലോട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലിട്ടു. അപ്പോൾ ആ വെന്ത കടലയുടെ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഒരു പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, ശകലം വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചോളൂ. കാരണം ആദ്യം വഴറ്റാൻ നേരത്തും വെളിച്ചെണ്ണ നമ്മൾ ചേർത്തല്ലോ. പിന്നെ കടുകും കൂടെ ഇട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചേക്കണ മസാല അതിലോട്ട് ചേർക്കണം. മസാല ചേർക്കുമ്പോൾ അതിൽ ഈ മസാല ശരിക്കും ഒന്നും കൂടെ ഒരു 2 മിനിറ്റ് സിമ്മിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ചും കൂടെ, അത് ഞാൻ വെള്ളം ചൂടുവെള്ളമാട്ടോ ഒഴിച്ചേക്കണത്, പച്ചവെള്ളമല്ല. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടെ അതവിടെ കിടന്ന് തിളപ്പിച്ചു. പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ടു കേട്ടോ, എന്നാലൊരു ടേസ്റ്റ് നന്നായിട്ട് തോന്നും. ഇപ്പോൾ കറി ആ ഗ്രേവി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണം കടലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ അതിലോട്ട് മല്ലിയില അരിഞ്ഞിടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. മല്ലിയില എൻ്റെ കയ്യിൽ തീർന്നു പോയി, എപ്പോഴൊന്നും ഉണ്ടാവാറില്ല. അപ്പം നല്ല അടിപൊളി വെള്ളക്കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. താങ്ക്